ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെജസ് മലയാളം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളതേ ഒരു അടിപൊളി ക്ലീനപ്പാണ് കേട്ടോ. അതാണെങ്കിൽ സാധാ ക്ലീനപ്പല്ല, ഒരു സ്പെഷ്യൽ ക്ലീനപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മസാജിങ് കിട്ടുന്നുണ്ട്. പോരാത്തതിന് തന്നെ നല്ല ക്ലീനിങ് നടക്കുന്നുണ്ട് ഇതിൽ. അതായത് അതിനാണ് ഞാൻ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെഷീൻസൊക്കെ കൊണ്ട് വെച്ചിട്ടുള്ളത്, കാണുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, നന്നായിട്ട് ആദ്യം ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യണം. ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ മോളുടെ മുഖത്ത് നന്നായിട്ട് ചെറിയതായിട്ടൊരു എന്താ പറയുക, അധികം അല്ല, പക്ഷെ ചെറുതായിട്ടൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. ഡീപ്പ് സെൻസിറ്റീവ് അല്ല, ചെറുതായിട്ട്. ഓക്കെ, സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. പിമ്പിൾസ് ഉണ്ട്, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഇല്ല, ഓൺലി വൈറ്റ് ഹെഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുണ്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ അപ്പോൾ അത്. ഓക്കെ, അപ്പോൾ ക്ലെൻസിങ് മസാജിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ക്ലെൻസറിൻ്റെ ഇത് വെച്ചിട്ട് നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പോൾ കറക്റ്റ് താഴോട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഓരോരുത്തർ ചെയ്യുന്നത് ഓരോ മെത്തേഡിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്ന മെത്തേഡ് ഇങ്ങനെയാണ്. നമ്മളെ സ്കിന്നിലുള്ള, അതായത് നമ്മളെ ശരീരത്തിലുള്ള നമ്മളെ പോൾസിൻ്റെ ഉള്ളിലുള്ള ചടികളൊക്കെയാണ് ഈ പോരുന്നത്. കറക്റ്റായിട്ട് നന്നായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ മോളത് മാത്രമല്ല, ആരുതായാലും നോക്കിക്കഴിഞ്ഞാൽ നല്ല ചളി ഉണ്ടാവും കേട്ടോ. നമ്മൾ രോമക്കുത്തിൻ്റെ ഉള്ളിലൊക്കെ ചളി പുറത്തേക്ക് വരികയാണത്. അതിനാണ് ആദ്യം ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്തത്. ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ കണ്ടോ മോളുടെ മുഖം ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഗ്ലൈസിങ് കുറച്ചും കൂടെ ഒരു ഇതിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുമേലാണ് നമ്മൾ ക്ലെൻസിങ് നന്നായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഉൾഭാഗമൊക്കെ, അതായത് നമ്മളെ സ്കിന്നിൻ്റെ ഉൾഭാഗത്തുള്ള ഫുള്ള് ചളിയും പൊടിയും ഒക്കെ പോരും. ജസ്റ്റ് ക്ലെൻസ് ചെയ്താലൊന്നും ഒരിക്കലും അത് പോരൂല. അപ്പം നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ മാത്രമേ പോരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മളത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മൊത്തമായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ. അതിന് ശേഷം ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, ക്ലീനപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ക്ലെൻസ് ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്രബാണ്. പക്ഷെ നമ്മൾ സ്ക്രബല്ല, ജെല്ലാണ്. അതായത് ഏത് ജെല്ലാണോ, ഇന്ന ജെല്ലെന്നൊന്നുമില്ല, ഏത് ജെല്ലും നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡീപ്പായിട്ട് മസാജ് കൊടുക്കുക. ഓൾറെഡി നമ്മളിപ്പം ഉള്ളിലുള്ള ചളിയൊക്കെ പോകുന്നല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മസാജിങ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ണിൻ്റെ പോർഷനിലും ചുണ്ടിൻ്റെ ഭാഗത്ത്, നെറ്റിയിൽ. അപ്പോൾ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം വേണം ബാക്കി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് മാത്രം നമ്മളെ സ്കിന്ന് ഒരിക്കലും ഫുള്ള് ചളി പോരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി അടുത്തൊരു മെത്തേഡും കൂടെ ഉണ്ട്. അതിലാണ് നമ്മൾ ഒന്നായിട്ട് സഗ് ചെയ്തെടുക്കുന്ന സമയത്ത് അതും വേണ്ടത് നമുക്ക് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെഷീൻ തന്നെയാണ് കേട്ടോ. ഹൈഡ്രാ ഫേഷ്യലിൻ്റെ മെഷീന് എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്തതിന് ശേഷം അടുത്തത് ആ ഒരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. നല്ല സഗ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളെ മൂക്കിൻ്റെ അടുത്തുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ഇനി ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് പോരും, കുരുള്ള ആൾക്കാർക്കാണെങ്കിൽ കുരു പോരും. അങ്ങനത്തെ ഓരോ ഇത് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നന്നായിട്ട് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. എന്നതിന് ശേഷം ഉണ്ടോ, ഇത് നന്നായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പ്രത്യേകിച്ച് ഇത് സ്പീഡിട്ട് കാണിക്കുകയാണെങ്കിൽ നിങ്ങളിനി കമൻറ്റും ചെയ്യാൻ നിൽക്കണ്ട, എന്താ ഇങ്ങനെ മസാജ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചേനെ കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഒരാൾ മസാജ് കൊടുക്കുന്നത് ഞാൻ സ്പീഡിട്ട് കാണിക്കുകയാണ്. അപ്പോൾ മൊത്തമായിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മസാജിങ് നന്നായിട്ട് കൊടുക്കണം. മസാജിങ് കൊടുത്താൽ മാത്രമേ ആ ഒരു ഇത് കാണുള്ളൂ. കണ്ടോ, മോളുടെ ആ സ്കിന്നിൽ തന്നെ നമ്മളെ ഫസ്റ്റ് കണ്ട മുഖവും ഇപ്പോഴത്തെ മുഖം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ടുള്ളൊരു ക്ലീനപ്പാണ് കേട്ടോ. അപ്പം ഇതിന് വല്ല പൈസയൊന്നുമില്ല. നേരെ അതപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാനുള്ള ഒരു ലെവലിലുള്ള പേയ്മെൻറ്റേ ഉള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ ഷോപ്പിലേക്ക് വന്നാൽ ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്ത് ഉഷാറാക്കി കേട്ടോ. ഇനി അടുത്തത് സഗ് ചെയ്തെടുക്കുന്നത് ആ ഒരു ഇതാണ് കേട്ടോ. സ്ക്രബാണ് ഫസ്റ്റ് ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നുണ്ടോ. നന്നായിട്ട് നല്ലതായിട്ട് വലിച്ച് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു മൂക്കിൻ്റെ ആ പോർഷനിലുള്ള നല്ല വൈറ്റ് ഹെഡ്സ് നന്നായിട്ടുണ്ട്. മൂക്ക് ബ്ലാക്ക് ആയിട്ടില്ല, പക്ഷെ വൈറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ട് ചെയ്യണം നമ്മൾ കേട്ടോ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് സ്കിന്ന് കിട്ടുള്ളൂ. കുറച്ചൊരു ഇതുണ്ടാകും, കുഴപ്പമില്ല, പക്ഷെ നന്നായിട്ട്, അതായത് നമ്മളെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഡെഡ്സും സഗ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒക്കെ പോരും.
അപ്പോൾ പോൾസൊക്കെ ഓപ്പൺ ആവും. നമ്മളെ നെറ്റിയിലും ഇതിലൊക്കെ ഉള്ള ഫുള്ള് ചളി പോരും, ഡെഡ്സുകളും കാര്യങ്ങളൊക്കെ പോരും. പിന്നെ നമ്മൾ എന്താണ് ഈ എടുക്കുന്നതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അവിടെ ബാക്ക് സൈഡിലൊരു കുപ്പിയുണ്ട്, അതായത് ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ബാക്കിൽ, ആ മെഷീൻ്റെ ബാക്കിൽ അതിലേക്കൊക്കെ അടിഞ്ഞ് കൂടിയിട്ടുണ്ടാവും. അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഇത്, ഇത്രയും ചളീൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്ന്. അത് ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മറന്നു പോയി കേട്ടോ, സോറി. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ എടുത്തു. ഇപ്പം തന്നെ ആ മോളുടെ മുഖത്ത് ഫേസിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇനി അടുത്ത് നമ്മൾ ആ രണ്ടാമത് യൂസ് ചെയ്തിരുന്ന ആ ഒരു ജെല്ലുണ്ടല്ലോ, ഞാൻ ഗോൾഡൻ്റെ ജെല്ലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ജെല്ല് ആദ്യം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ആ സ്കിന്നിൽ മൊത്തം അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം മൊത്തമായിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പം എന്താണ് ഒരു ഇത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്ത് നമ്മൾ പാക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് എടുക്കുന്നതിനും പ്രത്യേകതയുണ്ട് കേട്ടോ. നമ്മൾ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട്, അതായത് നല്ല കട്ടിയിലിടണ്ട, നല്ല ജസ്റ്റ് ഒരു നമ്മൾ ഓൾറെഡി ഇട്ടതായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഇടണ ജെല്ല് അധികമായിട്ടുള്ള ഒരു കട്ടിയിലിടണ്ട, നൈസായിട്ട് ഇട്ടാൽ മതി. എന്നതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പാക്ക്. അപ്പോൾ മൂക്ക് നല്ല എന്താണ് ഒരു പിമ്പിൾസ് വരുന്നൊരു സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പാക്കാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തുളസീൻ്റെ ഒരു പാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തുളസി നീമൊക്കെ ഉള്ളൊരു പാക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം വേണം നമ്മൾ അടുത്ത ബാക്കി കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴുള്ള മാറ്റം നിങ്ങൾക്ക് നല്ല മനസ്സിലാവും. കറക്റ്റായിട്ട് വാച്ച് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്തത് കഴുത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇടേണ്ട ആവശ്യമില്ല. കഴുത്തിൻ്റെ പകുതി വരെ ഇട്ടതിന് ശേഷം നമ്മളിത് കുറച്ച് നേരം നിൽക്കുക. നിന്നതിന് ശേഷം നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്തെടുക്കുന്ന സമയത്ത്, കാരണം നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പോൾസൊക്കെ ഓപ്പണായി ഇതായിട്ട് നിൽക്കില്ല. അപ്പോൾ ഈ നമ്മൾ ആ പോൾസൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആകാൻ വേണ്ടിയിട്ട്, ആ ഒരു നമ്മളൊരു ഇതിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിന് നല്ല ബെനിഫിറ്റുള്ളൊരു കാര്യമാണ് കേട്ടോ. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. ഏത് ആൾക്കാർക്കും, ഇപ്പോൾ പിമ്പിളുള്ള മുഖത്ത് ഉള്ള ആൾക്കാർക്ക് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐസ് ക്യൂബ് മസാജിങ് മാത്രം കൊടുത്താലും നല്ല എന്താണ് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഇത് കാണുന്നുണ്ട് നമ്മളെ വീഡിയോസ്, പക്ഷെ ആരും ലൈക്ക് ഇടുന്നില്ല, കമൻസ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളതെന്നുള്ള കമൻ്റ് ഒന്ന് നമ്മളെ വീഡിയോന് താഴെ ഒന്ന് ഇടണം കേട്ടോ. അത് റിക്വസ്റ്റാണ്. ലൈക്ക് നിങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ലൈക്ക് ഇട്ടെന്ന് വിചാരിച്ചു. കാരണം ലൈക്ക് ഇടുന്നതിനനുസരിച്ച് നമുക്ക് അത് നമ്മളെ റീച്ച് കിട്ടാനും എല്ലാത്തിനും നല്ലൊരു ഇതാണ്. അപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. എന്താണ് ലൈക്ക് ചെയ്യാൻ മാക്സിമം തന്നെ ശ്രമിക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നിങ്ങൾ ഓരോരോ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും നമുക്കോരോ വീഡിയോസ് ഇടാനൊക്കെ ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ വീഡിയോനെ കുറിച്ചുള്ള കമൻസ് നിങ്ങൾ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കുട്ടീൻ്റെ മുഖത്തുള്ള മാറ്റം എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത്രയും ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മോളുടെ സ്കിന്ന്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പിലേക്ക് വന്നാൽ മതി. ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. കൊണ്ടോട്ടി ഭാഗത്തൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കൊണ്ടോട്ടി എൻ്റെ ജ്യൂസ് ബ്യൂട്ടി പാർലറിലേക്ക് വന്നാൽ അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. അധികം റേറ്റൊന്നും ഇല്ല, കുറഞ്ഞ റേറ്റേ ഉള്ളൂ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്.